ഏവർക്കും രാംസ് വോയിസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിട്ട് ഒരു സമാധി ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. എങ്കിലും എൻ്റെ ഫേസ്ബുക്കിലും മറ്റും പലരും അങ്ങയുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക്, വ്യക്തിപരമായിട്ടാണ് പ്രത്യേകിച്ച് പറയാം, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് ഞാൻ നിയമത്തിൻ്റെ കൂടെയാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. നമ്മളിതിനു മുന്നേയും സമാധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭാരതത്തിൽ പലരും സമാധി അടഞ്ഞിട്ടുമുണ്ട്. അത് നിഷേധിക്കുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ സമാധി അടഞ്ഞതിന് സാക്ഷികളുണ്ടായിരുന്നു, ധാരാളം പേരുണ്ടായിരുന്നു. ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച്, അതല്ലെങ്കിൽ ശിഷ്യരുടെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെ സമാധി ആയത്. എന്നാൽ ഇവിടുത്തെ കേസിൽ സാക്ഷിയായിട്ട് മക്കൾ മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ അവരുടെ ബന്ധുജനങ്ങൾ മാത്രമേ ഉള്ളൂ. പുറമെ നിന്ന് ആരും തന്നെയില്ല. അപ്പോൾ അത്തരം ഒരവസ്ഥയിൽ ആളുകൾക്ക് സംശയിക്കാവുന്നേ ഉള്ളൂ. ഭക്തി മാറ്റി നിർത്തുക, ഭക്തി അതല്ലെങ്കിൽ വിശ്വാസം, ആ വിശ്വാസത്തിന് കൃത്യമായിട്ടുള്ള പരിരക്ഷ കിട്ടണമെങ്കിൽ അതിന് സാക്ഷ്യം വേണം. ആ സാക്ഷ്യം ഇവിടെ ഇല്ല എന്ന് തന്നെ വേണം പറയാം. അതുകൊണ്ട് തന്നെ ഇത് സമാധിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അത് തെളിയിക്കപ്പെടേണ്ടത് ഇന്ന് ശാസ്ത്രീയമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു, അങ്ങനെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുമ്പോൾ അത് സമാധി തന്നെയെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസികൾ അത് അംഗീകരിച്ചോളും, കുഴപ്പമില്ല. അതല്ല, അത് കൊലപാതകമാണെങ്കിലോ, അങ്ങനെയും ചിന്തിക്കാമല്ലോ. നമ്മളൊരു യുക്തി വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയും ചിന്തിക്കാം, അതിനും ഇടയുണ്ട്. ഇപ്പോൾ യാതൊരുവിധ പരിശോധനയും ഇല്ലാതെ ഒരു സയൻറ്റിഫിക്കായിട്ട് അതിനെ പ്രൂവ് ചെയ്യാതെ അംഗീകരിച്ചു കൊടുത്താൽ നാളെ ഇതേപോലെ മക്കൾ സ്വന്തം അച്ഛനെ തല്ലിക്കൊന്ന് സമാധിയിരുത്തിയാൽ, അത് കഴിഞ്ഞ് പുറത്തൊരു ബോർഡും വെച്ചാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ചോദ്യമാണത്. ഒരു വഴി നമ്മൾ തുറന്നിട്ട് കൊടുത്താൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു വഴി തുറന്നിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും അത് ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് അത് സമാധിയാണെങ്കിൽ സമാധി, അതല്ലെങ്കിൽ കൊലപാതകമാണെങ്കിൽ കൊലപാതകം, അതല്ല സാധാരണ മരണമെങ്കിൽ സാധാരണ മരണം എന്ന് തെളിയിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ വീടിനടുത്ത് ഒരു മരണം നടന്നു. സ്വാഭാവിക മരണമാണ്, പ്രായം ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അവർ ബന്ധുവിൻ്റെ വീട്ടിൽ വന്നതായതുകൊണ്ട് തന്നെ അവർക്കൊരു ബാധ്യത ഉണ്ടായിരുന്നു, ഇത് സ്വാഭാവിക മരണമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവർ ഡോക്ടറെ വിളിച്ചു വരുത്തി, എല്ലാം പരിശോധിച്ചു. അതിനുശേഷമാണ് ബാക്കിയുള്ള കർമ്മങ്ങൾക്കൊക്കെ മുതിർന്നത് തന്നെ. അപ്പം ചെറിയ സാധാരണ ഒരു മരണം പോലും ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം നമ്മൾ സമൂഹത്തെ തെളിയിക്കേണ്ടതാണ്. ആ അർത്ഥത്തിൽ ഇത് ആരും അറിയാതെ മക്കൾ മാത്രം അറിഞ്ഞ് മക്കൾ കർമ്മം ചെയ്തു ഒക്കെ വിശ്വാസം ഒക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. പക്ഷേ അതിന് പുറത്തുനിന്നുള്ള സാക്ഷിയില്ല. പിന്നെ സമാധി അടയുന്നത് മറ്റുള്ളവർ കാണാൻ പാടില്ല എന്നുള്ളത് എനിക്ക് വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. കാരണം വലിയ ആശ്രമങ്ങളിൽ ഇതേപോലെ സമാധി നടക്കുമ്പോൾ അവരുടെ ഭക്തരുണ്ടാവും. ധാരാളം പുറമെ നിന്നുള്ള ആളുകളുള്ള സമാധി ഞാനിപ്പോൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വിശ്വാസത്തിനെതിരല്ല, ഒരു വിശ്വാസത്തിനെതിരല്ല. പക്ഷേ അത് അന്ധവിശ്വാസമായി മാറരുത്, അതല്ലെങ്കിൽ സമൂഹം അങ്ങനെ പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വിവക്ഷ.
എൻ്റെ എന്ന് പ്രത്യേകം പറയുന്നു. കാരണം അതിൽ മതസംഘടനകൾ ചേർന്നു. പക്ഷേ എനിക്കത് അത്ര വിശ്വാസം വരുന്നില്ല. ഹിന്ദു ഐക്യവേദിയെ പോലെ ഒരു സംഘടന അതിൽ ഇടപെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളത് ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകം പറയും എൻ്റെ ബോധ്യം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട്, വ്യക്തിപരമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് കേവലം വിശ്വാസത്തിൻ്റെ അളവ് കൊണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടാപ്പ് വെച്ച് അളക്കാവുന്ന പ്രശ്നമല്ല. ഇത് സങ്കീർണതയുള്ള പ്രശ്നമാണ്. ഇനി ഇത് വളരെ നിസ്സാരമായിട്ട് ഒരു അന്വേഷണവും കൂടാതെ വിശ്വാസത്തിൻ്റെ പേരിൽ അത് അങ്ങനെ അരക്കിട്ടുറപ്പിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് സമാധികൾ ഉണ്ടാവും. അതിന് ഇട കൊടുക്കരുത്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് നിൽക്കുന്നത്. വിശ്വാസം അതിൻ്റെ വഴിക്കും, ശാസ്ത്രം അതിൻ്റെ വഴിക്കും, നിയമം അതിൻ്റെ വഴിക്കും പോകണം. ഒരു സംശയവും വേണ്ട. നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകണം. അത് തെളിയിക്കപ്പെടണം. സമാധിയെങ്കിൽ നമുക്ക് സമാധിയായിട്ട് അംഗീകരിക്കാം. അതല്ലെങ്കിൽ ഇന്ന് നമുക്ക് ശാസ്ത്രമുണ്ട്, അത് തെളിയിക്കാനുള്ള വഴികളുണ്ട്. ആ വഴികൾ സ്വീകരിച്ചിട്ട് അതെന്താണ് എന്ന് പൊതുസമൂഹത്തിലേക്ക് അറിയിക്കാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. അതങ്ങനെ നടക്കട്ടെ. ഒരു കാരണവശാലും വെറും വിശ്വാസത്തിൻ്റെ കാരണത്താൽ അതിനെ നമ്മൾ വെള്ളപൂശരുത്. ഇതൊക്കെ വീണ്ടും പറയുന്നു. കാരണം ഒരു വിശ്വാസ പ്രശ്നമായതുകൊണ്ട് തന്നെ നീ ആരാ അത് പറയാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആരുമല്ല. പക്ഷേ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക്, ഒരു വോട്ടവകാശമുള്ള വ്യക്തി എന്ന നിലയ്ക്ക്, ജനാധിപത്യ വ്യവസ്ഥയെ മാനിക്കുന്നു എന്നുള്ള നിലയ്ക്ക്, ഇവിടുത്തെ നിയമ സംവിധാനത്തെ മാനിക്കുന്നു എന്ന നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് ആ സമാധി അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കപ്പെടേണ്ടതാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.